നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വെറും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള തീരുമാനങ്ങൾ, നീക്കങ്ങളൊക്കെ തന്നെ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ തിരുവനന്തപുരം തന്നെയാണ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലവും അതോടൊപ്പം തന്നെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്നറിയാനായിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സ്ഥലം. കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു പോരാട്ടം നടക്കുമെന്നുള്ളതും പലതരം അട്ടിമറികളും നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലവും തിരുവനന്തപുരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ സീറ്റുകൾ ഏറ്റവും കൂടുതൽ BJP വിജയപ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ ആരായിരിക്കും മത്സരിക്കാനായിട്ട് നിൽക്കുക, അതോടൊപ്പം തന്നെ ഒരു ത്രികോണ പോരാട്ടം, ഒരു ടൈറ്റ് ഫൈറ്റ്, LDF സീറ്റുകൾ ഇളകുമോ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വട്ടിയൂർക്കാവില് ഇത്തവണ മത്സരിക്കാനായിട്ട് ആരാണ് വരുന്നത്? നമുക്കറിയാം, നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി തിരുവനന്തപുരം പിടിച്ചടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിനുശേഷം പല രീതിയിലുമുള്ള പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വട്ടിയൂർക്കാവില് ശ്രീലേഖയെ മത്സരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് മേയറായിട്ട് ഒരു സാധ്യതയിൽ നിന്ന ശ്രീലേഖയ്ക്ക് പകരം വട്ടിയൂർക്കാവ് ഇപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ അവിടെ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് BJP കാണുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കാനായിട്ട് ഒരു അവസരം BJP നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷെ ശ്രീലേഖ പറയുന്ന കാര്യം ഇനി മത്സരിക്കാനായിട്ട് താൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രീലേഖ പറയുന്നതെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ശ്രീലേഖ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ തന്നെയായിട്ടുള്ള സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. നമുക്കറിയാം, വട്ടിയൂർക്കാവ് നിലവിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള പ്രശാന്തുമായിട്ട് വളരെ വലിയ തോതിൽ തർക്കമുണ്ടായ ഒരു വ്യക്തിയാണ് ശ്രീലേഖ എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രശാന്തിന് നല്ല രീതിക്കുള്ള പണി കിട്ടുന്ന തരത്തിലോട്ട് വരെ ശ്രീലേഖ കാരണം കാര്യങ്ങൾ മാറി എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു ശ്രീലേഖ ഈ പറയുന്ന തരത്തിൽ പ്രശാന്ത് പോരാട്ടമായി മാറിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. BJP ആ ഒരു സാധ്യത കാണുന്നുമുണ്ട്. അതിൽ തന്നെ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്ലസും കാണുന്നുണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. അത് മാക്സിമം മുതലെടുക്കാനായിട്ട് BJP ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തന്നെ ആയാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത്, സ്ഥാനാർത്ഥികളെ ഉറപ്പിക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ശ്രീലേഖയുടെ പേരും വരാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതും വട്ടിയൂർക്കാവ് തന്നെ ശ്രീലേഖ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു പോരാട്ടം കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിൽ തന്നെ ഇനി UDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും അവിടെ തീർച്ചയായിട്ടും ഒരു LDF BJP പോരാട്ടമായി തന്നെ മാറാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതിൽ തന്നെ ശ്രീലേഖ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് LDFന് കുറച്ചുകൂടി തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും BJPയുടെ നീക്കം എങ്ങനെയാണ്? ശ്രീലേഖ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ മത്സരിക്കാനില്ല എന്ന് പറയുന്നെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ തീർച്ചയായിട്ടും BJP നീക്കത്തിൽ ശ്രീലേഖയ്ക്ക് മത്സരിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മത്സര രംഗത്ത് നിന്ന് ശ്രീലേഖ മാറി നിൽക്കാൻ തീരുമാനിച്ചാലും BJPയുടെ തീരുമാനം ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ എന്നുള്ള തരത്തിലേക്ക് തന്നെയായിരിക്കും വരും ദിനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യങ്ങൾ മാറാനായി പോകുന്നത്.